ബ്രസീലിലെ മനാസ് സെൻട്രൽ ജയിലിലുണ്ടായ കലാപത്തിൽ 56 പേർ കൊല്ലപ്പെട്ടു. മയക്കുമരുന്ന് കടത്ത് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് കലാപത്തിൽ കലാശിച്ചത്. കലാപത്തെ തുടർന്ന് തടവ് ചാടിയ 87 പേരിൽ 40 പേരെ പോലീസ് പിടികൂടി. സംഭവത്തെ തുടർന്ന് ബ്രസീൽ ജയിലിൽ സുരക്ഷ ശക്തമാക്കി. ആമസോൺ സംസ്ഥാനത്തെ മനാസ് സെൻട്രൽ ജയിലിലാണ് കലാപം നടന്നത്. മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് കൂട്ടക്കൊലയിലേക്കും കലാപത്തിലേക്കും നയിച്ചത്. തടവുകാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് കുപ്രസിദ്ധി ആർജിച്ചതാണ് മനാസ് സെൻട്രൽ ജയിൽ. ഞായറാഴ്ച വൈകിട്ട് ആരംഭിച്ച ഏറ്റുമുട്ടൽ തിങ്കളാഴ്ച പുലർച്ചെ വരെ നീണ്ടുനിന്നു. കലാപത്തിൽ 50-ലേറെ പേർ കൊല്ലപ്പെട്ടപ്പോൾ 87 പേർ തടവ് ചാടി. എന്നാൽ പിന്നീട് പോലീസ് നടത്തിയ വ്യാപക തെരച്ചിലിൽ തടവ് ചാടിയ 40 പേരെ പിടികൂടി. ബ്രസീലിലെ പ്രധാനപ്പെട്ട മയക്കുമരുന്ന് കടത്ത് സംഘമായ ഫാമിലി ഓഫ് ദ നോർത്തിലെ അംഗങ്ങളും ഫസ്റ്റ് ക്യാപിറ്റൽ കമാൻഡിലെ അംഗങ്ങളുമാണ് ജയിലിൽ ഏറ്റുമുട്ടിയത്. ജയിൽ മുറ്റത്ത് തലയില്ലാത്ത മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയായിരുന്നുവെന്ന് ബ്രസീലിയൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജയിലിലെ ഏറ്റുമുട്ടലുകൾ ബ്രസീലിന് പുതുമയല്ല. തടവുകാരുടെ എണ്ണത്തിൽ ലോകത്തെ 4ാമത്തെ രാജ്യമായ ബ്രസീലിലെ ജയിലുകളിലെല്ലാം ജയിൽ പുള്ളികളെ കുത്തിനിറച്ചിരിക്കുകയാണ്. 454 തടവുകാരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള മനാസ് ജയിലിൽ 1300 പേരാണുള്ളത്. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രസീലിയൻ ജയിലുകളിൽ കൂടുതൽ മിലിറ്ററി പോലീസിനെ വിന്യസിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്.